ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം. രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ്, പുനലൂർ. ഓഡിയോ കൃഷ്ണകുമാരി. ഈ ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവരും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഗോമന്തത്തിൽ ജാമദഗ്നിന്റെ ആശീർവാദം സ്വീകരിച്ച് രാമനും കൃഷ്ണനും യാത്ര പുറപ്പെടുവാൻ ഒരുങ്ങുകയായിരുന്നു. പരശുരാമൻ പൊടുന്നനെ മുമ്പിലെത്തി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും മാത്രം ഗോമന്തത്തിലേക്ക് പോവുക വേണ്ട, ഞാനും ഒപ്പം വരാം. നിങ്ങളെ അവിടെ ആക്കിയതിനു ശേഷം ഞാൻ മഹേന്ദ്രത്തിലേക്ക് മടങ്ങിക്കൊള്ളാം. ഗോമന്തം വളരെ ദുർഗമമായ വനമാണ്. അവിടെ എത്താനുള്ള വഴിത്താര അതിനേക്കാൾ വിഷമം പിടിച്ചതും. വനത്തെക്കുറിച്ച് നല്ലതുപോലെ അറിയാവുന്നവരില്ലെങ്കിൽ നന്നേ ബുദ്ധിമുട്ടേണ്ടി വരും. കാട്ടുജാതിക്കാർ ഉണ്ടാകും സഹായിക്കുവാൻ. നിഷ്കളങ്കരായ മനുഷ്യർ. ചതിക്കുവാൻ അവർക്ക് അറിയുകയില്ല. അവർ നമുക്ക് വഴികാട്ടികളാവും. ഇതാ ഇപ്പോൾ വന്നെത്തിയ കാമധേനു നിങ്ങളെ കണ്ട് പാൽ ചുരത്തി നിൽക്കുന്നു. ഗോപാലനെ കണ്ടാൽ ഗോവ് മാതൃസ്നേഹം പ്രകടിപ്പിക്കുമല്ലോ. കാമധേനുവിന് ആമോദം നൽകുവാൻ നറും പാൽ കുടിച്ച് നമുക്ക് യാത്ര തുടരാം. കാമധേനു നൽകിയ നറും പാൽ കുടിച്ചുകൊണ്ട് അവർ മൂവരും ഗോമന്തത്തിലേക്ക് നടന്നു. 3 അഗ്നികൾ പോലെ അവർ എരിഞ്ഞു നിന്നു. ഏറെ ക്ലമം കൂടാതെ അവർ ഗോമന്തത്തിന്റെ താഴ്വാരത്തിലെത്തി. രാമകൃഷ്ണന്മാർ ആ പർവ്വതം നോക്കി ആശ്ചര്യസ്തബ്ധരായി നിന്നു. വാനം മറിച്ചു നിൽക്കുന്ന കൊടുമുടികൾ, മതയാനകൾ, മത്തരായി കുത്തിപ്പിളർന്ന പാറക്കെട്ടുകൾ, ശ്രവണകുടത്തിന് ഇമ്പം പകർന്ന് ഗാനം പൊഴിക്കുന്ന വർണ്ണവസ്ത്രങ്ങൾ ചൂടിയ മനോഹരികളായ പക്ഷികൾ, ആഴത്തിൽ പതിക്കുന്ന ജലപാതയിൽ നിന്നും ഉയരുന്ന ഗംഭീരമായ ഘോഷം, പർവ്വതത്തിൻ്റെ പള്ളയിലൂടെ ചെങ്കൽ നിറം കലർന്നൊഴുകി വരുന്ന കുഞ്ഞരുവികൾ, ഓടിച്ചാടി കുതിച്ചു തുള്ളി വിഹരിക്കുന്ന സിംഹവും കടുവയും കാട്ടിയും കരിയും കാട്ടുമാനും പൊരുതുന്ന താവളങ്ങൾ, കാതിൽ ഓല ചാർത്തി കഴുത്തിൽ കല്ലുമാലയിട്ട് സഞ്ചരിക്കുന്ന കാട്ടുവർഗക്കാർ, കറുത്തു മിന്നുന്ന ദേഹത്തിൽ ഓടലെണ്ണ പുരട്ടി കൈതപ്പൂവും കരത്തിലേന്തി കന്മദപ്പൂവും ചൂടി കൽപ്പടവുകൾ പോലുള്ള പാറപ്പടവുകൾ കയറുന്ന യുവതികൾ, ഇലഞ്ഞിയും സാലവും ഹിന്ദാലവും ചമ്പകവും ഇടതിങ്ങി വളർന്ന് കടന്നു പോകുവാനാവാതെ ഞെരുങ്ങി നിൽക്കുന്ന തടപ്രദേശങ്ങൾ എല്ലാം കണ്ടും ഉൾക്കൊണ്ടും ഭീഷണമായ ഗോമന്തത്തെ അവർ നോക്കി നിന്നു. പരശുരാമൻ പറഞ്ഞു, കേശവ, ദുർവാരമായ പർവ്വതമാണ് ഗോമന്തം. പശ്ചിമാദ്രിയിൽ ഭീഷണമായ വനതടവും ഇതുതന്നെ. നമുക്ക് പാർക്കുവാൻ ഇതിൽ പരം നല്ല ഒരു ആലയം ലഭിക്കുവാനില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ മൂവരും ഗോമന്തത്തിലേക്ക് കടന്നു. മേഘങ്ങളുടെ നിറമേതെന്നു പോലും അറിയുവാനാവാത്ത തരത്തിലുള്ള പച്ചില മേലാപ്പിനു താഴെ വനത്തിൻ്റെ ഗർഭതടത്തിലൂടെ അവർ മുകളിലേക്ക് കയറി. വനതരുവിൽ നിന്നും തേനൂറ്റുന്ന വനചരന്മാർ അവരെ കണ്ട് ഓച്ചാനിച്ചടുത്തു വന്നു. സ്നേഹനിർഭരരായ അവർ തേനും നല്ല പൂനലും കാഴ്ചയായി വെച്ചു. ചിലങ്കയണിഞ്ഞ വനതരുണിമാർ പഴങ്ങൾ പച്ചിലയിൽ കൊണ്ടുവന്നു. പ്രകൃതി കനിഞ്ഞു നൽകിയ ആ നിശബ്ദതയിൽ അവർ സന്തോഷം പങ്കിട്ടു. വനഭോജനം കാണുവാൻ ആകാശത്ത് ദേവകൾ നിരന്നു. ചെങ്കുത്തായ മലയുടെ മുകളിലേക്ക് വനചരന്മാരോടൊപ്പം ഗരുഡവിക്രമരായ അവർ നടന്നു കയറി. ഗോമന്തത്തിൻ്റെ ഉയരങ്ങളിലേക്ക് അവർ ചെന്നു. നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ വനവേടന്മാർ സന്തോഷത്തോടെ ജഗൽപിതാക്കളെ ഗോമന്തത്തിൻ്റെ മുകളിലെത്തിച്ചു. വനചരന്മാരുടെ സഹായത്തോടെ പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്ത് രാമകൃഷ്ണന്മാർക്ക് താമസിക്കുവാൻ ഒരു പാർപ്പിടം ഭാർഗവൻ നിർമ്മിച്ചു. മനോഹരമായ ഒരു പർണശാല തന്നെയായിരുന്നു അത്. അടുത്ത പ്രഭാതത്തിൽ തന്നെ പരശുരാമൻ അവരോട് യാത്രാനുമതി വാങ്ങി. പരശുധരൻ അരുളി, ദാനവന്മാരെ,
മുച്ചൂടും നശിപ്പിച്ച് ഭൂഭാരം തീർക്കുവാൻ ജനിച്ചിരിക്കുന്ന ജഗൽപിതാവാണ് അങ്ങ്. അങ്ങയെ സഹായിക്കുവാൻ അനന്തൻ രാമനായി ജനിച്ചിരിക്കുകയാണ്. ജരാസന്ധനുമായുള്ള യുദ്ധം വരുമ്പോൾ ആയുധ ഗുണവും രണത്തിൻ്റെ കർക്കശമായ രൂപവും നീ സ്വയം ചെയ്യേണ്ടതാണ്. ദേവാ, യുദ്ധത്തിൽ ചക്രവും ഗദയും എടുത്ത് കാണുകയാണെങ്കിൽ നിന്നെ ദേവരാജൻ പോലും ഭയപ്പെട്ടു പോകും. പോരിന് ഉന്നുന്ന മന്നവർ സ്വർഗത്തിൽ പോകുവാൻ ഉത്സാഹിച്ചു നിൽക്കുകയാണ്. നീ അവരെ ഉടൻ വിടണമെന്ന് പ്രാർത്ഥിച്ച് ധരണി ഏകവേണീധരയായി നിന്നെ ഉറ്റുനോക്കുന്നു. മാനദ, അങ്ങേക്ക് വിജയം ലഭിക്കട്ടെ. വിജയാശിസ് ഇങ്ങനെ നൽകി ഭാർഗവൻ പർവ്വതമിറങ്ങി. തടമെത്തിയ പരശുധരൻ പർവ്വതത്തെ തിരിഞ്ഞു നോക്കി. ഭീഷണമായ പർവ്വതം രാമകൃഷ്ണന്മാരെ ഗർഭത്തിലാക്കി നിന്നു. അല്പം നോക്കി നിന്ന ശേഷം പരശുരാമൻ തടം താണ്ടി കരവീരപുരത്തേക്ക് നടന്നു. ഭാർഗവനും വനചരന്മാരും പോയതിനു ശേഷം കേശവനും ബലരാമനും പർവ്വതം ചുറ്റി നടന്നു കണ്ടു. മനോഹരമായ അനവധി പൂക്കൾ കൊണ്ട് ഉടയാട ചാർത്തി നിൽക്കുന്ന ഗോമന്തം അവരിൽ ആഹ്ലാദമുണർത്തി. നിരവധി ചിത്രശലഭങ്ങൾ പൂക്കളെപ്പോലെ ചെടികളിൽ പറ്റി നിൽക്കുന്നു. പല വർണ്ണത്തിലുള്ള പക്ഷികൾ ശ്രുതിമധുരമായ ഗാനം പൊഴിച്ചുകൊണ്ട് കേശവന് ചുറ്റും പറന്നു നടന്നു. മന്ദമാരുതൻ ഇലകളിൽ താളമിട്ട് ഗാനത്തിന് കൊഴുപ്പേകി. പീതനിറത്തിലും നീലനിറത്തിലുമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വനമാലയണിഞ്ഞ് നീലശ്വേതാംഗരായ അവർ വാനിൽ മേഘങ്ങൾ എന്ന പോലെ സഞ്ചരിച്ചു. ഇലഞ്ഞിപ്പൂക്കൾ കോർത്തും ഇലവർങ്ങത്തറയിൽ ഇളപ്പിരുന്നും കേശവനും രാമനും വനത്തിൽ ഉല്ലസിച്ചു. പ്രഭാതത്തിൽ വിരുന്നു വരുന്ന തങ്കക്കതിരവനും പ്രദോഷത്തിൽ ചമയവുമായി വരുന്ന പനിമതിയും അവരിൽ ആഹ്ലാദം വളർത്തി. ദിവസങ്ങൾ പോയതറിഞ്ഞില്ല. ഒരു ദിവസം സായാഹ്നത്തിൽ സൂര്യൻ തങ്ക കുങ്കുമച്ചാറിൽ ഗോമന്തത്തെ കഴുകിയപ്പോൾ ബലരാമൻ കേശവനെ കൂടാതെ പർവ്വതം കാണുവാൻ നടന്നു. പൂത്ത നീലക്കടമ്പുകൾ നിരയിട്ട ഒരു ഭാഗത്ത് സംഘർഷണനെ എത്തി. കമ്പുകളിൽ നീപ്പങ്ങളുടെ ഛായയിൽ ബലരാമൻ ഇരുന്നു. മഞ്ഞിൻ്റെ നേർത്ത പാടയിലൂടെ കടന്നു വന്ന സൂര്യവെളിച്ചം 1000 മാരിവില്ലുകൾ അവിടെ വിടർത്തി. നേർത്തതും സുഗന്ധപരിവാഹിയും മദഗന്ധമുള്ളതുമായ ഇളം കാറ്റ് വനതടം കയറി വന്നു. ബലരാമനെ പുണർന്നു. മദ്യത്തിൻ്റെ ഗന്ധവുമായി കാറ്റ് വന്ന് തഴുകിയപ്പോൾ അല്പം സുര സേവിച്ചാൽ കൊള്ളാമെന്ന് സംഘർഷണന് തോന്നി. പൂർവകാലത്തെ അമൃതപാനം ഉള്ളിൽ നുരയിട്ടുണർന്നു. വാരുണിയുടെ ഗന്ധം എവിടെ നിന്നാണ് ഉയരുന്നതെന്ന് ബലരാമൻ അന്വേഷിച്ചു. ആതുരനായി തൃഷ്ണാബദ്ധനായുള്ള ആ യാത്ര ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അവസാനിച്ചു. വർഷം മുഴുവൻ പൂവിട്ടു നിൽക്കുന്നതും മധുഗന്ധബദ്ധവുമായ ഒരു മരത്തിൻ്റെ കോടാരത്തിൽ നിന്നും നുരഞ്ഞ് ഹൃദ്യമായ മദ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ബലരാമൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ബലരാമൻ കണ്ടു. ആഹ്ലാദത്തോടെ സുര ബലരാമൻ മോന്തി കുടിച്ചു. മതോന്മത്തനായ സിരി അരുണവർണ്ണനായി, കണ്ണു കലങ്ങി, ശരത്കാല ചന്ദ്രനെ പോലെ വിളങ്ങി. കദംബവൃക്ഷത്തിൻ്റെ പോത്തിൽ പൂതി വളർത്താൻ ഉണർന്ന മദ്യം കാദംബരി മനസ്സിൽ കാമമുണർത്തി. മതമത്തനായ ബലരാമൻ കടമ്പിൻ്റെ പൂക്കളെ മെത്തയാക്കി വർണ്ണോദ്ഭവമായ പ്രകൃതിയുടെ കാന്തിയിൽ അഭിരമിച്ചിരുന്നു. ബലരാമൻ പ്രകൃതിയിൽ ആഹ്ലാദം കണ്ടിരുന്നപ്പോൾ മനോരഞ്ജകമായി നൂപുരങ്ങളുടെ ധ്വനി കാതിൽ വന്നു വീണു. സംഘർഷണൻ ഞെട്ടി ഉണർന്നു. എവിടെ നിന്നാണ് ഈ നൂപുരധ്വനി ഉണരുന്നത്? രചനകളിൽ താളമിടുന്ന ചിലമ്പുകളുടെ ചിരിയും കേൾക്കുന്നു. ആരാണ് നൃത്തം ചെയ്യുന്നത്? ഇലച്ചില്ലകൾക്കിടയിലൂടെ ബലരാമൻ ശ്രദ്ധിച്ചു. ആശ്ചര്യവും അത്ഭുതവും ഒന്നിച്ചപ്പോൾ വാരുണി സേവ കൊണ്ട് മനം കലങ്ങിയതാണോ എന്നുപോലും സംഘർഷണൻ സംശയമുണ്ടായി. കണ്ണു തിരുമ്മി ബലരാമൻ ആ കാഴ്ച വീണ്ടും ശ്രദ്ധിച്ചു. സഞ്ചരിക്കുന്ന ദീപശിഖകൾ പോലെ 3 യുവതികൾ നടന്നു വരുന്നു.
അരയന്നത്തിൻ്റെ പദചലനം പോലെ ശോഭയാർന്ന ആ സഞ്ചാരം സംഘർഷണനിൽ കാമഭാവം ഉണർത്തി. ബലരാമൻ അവരെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. ദേവനാരിമാരായിരുന്നു അവർ. മധിര, കാന്തി, ശ്രീദേവി എന്നിങ്ങനെ നാമങ്ങളുള്ള തരുണിമാർ രാമന്റെ സമീപമെത്തി. മധിര തൊഴുതുകൊണ്ട് പറഞ്ഞു, ദേവാ, നിന്റെ കാന്തയാകുവാനുള്ള അഭിമതത്തോടെയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ബടവാനിലനോട് തുല്യനായ അങ്ങയുടെ ശക്തി അറിയുവാനാണ് ഞാൻ എത്തിയത്. പുഷ്പചക്രങ്ങളിൽ പറ്റുന്ന അല്ലികൾ തോറും ഞാൻ വസന്തത്തിൽ വസിച്ചു. വാസന്തിലതകളുടെ പൂങ്കുലകളുടെ അകത്തേക്ക് ഞാൻ ഉണർന്നിരിക്കുന്നു. ദേവ, നിന്നിലുള്ള ആഗ്രഹമാണ് എന്നെ ജീവിപ്പിച്ചത്. കടമ്പിൻ പൂവിലും താമരയല്ലിയിലും ഞാൻ ഇരുന്നു. പക്ഷേ ദേവ, എനിക്കെന്നും അങ്ങയിൽ വസിക്കുവാനാണ് പ്രിയം. പാലാഴി കടഞ്ഞ നാളിൽ പിതാവായ വരുണനാണ് എന്നെ പൂർണ്ണയാക്കി ഇങ്ങോട്ടയച്ചത്. കാമപ്രാർത്ഥിനിയായി വന്നു നിൽക്കുന്ന എന്നെ സ്വീകരിച്ചാലും. ആ സമയത്ത് കാന്തി ബലരാമന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവാ, മധുരയെപ്പോലെ നിന്നിൽ ആഗ്രഹം വെച്ച് വളർന്നവളാണ് ഞാൻ. പനിമതിയുടെ സുവർണ ശോഭയിൽ മതിമയങ്ങിപ്പോകാതെ നിന്റെ ഇഷ്ടം കൊതിച്ച് ഞാൻ എത്തി. നാഥ, എന്നെ പൂർണ്ണ കാമയാക്കിയാലും. ശ്രോണിയിൽ നിന്നും ഇഴഞ്ഞിറങ്ങിയ പട്ടുവസ്ത്രം തെല്ല് വലിച്ചിറക്കിക്കൊണ്ടും കണ്ണുകളിൽ കന്മത ബാഷ്പം ഉണർത്തിക്കൊണ്ടും കാന്തി ബലരാമന്റെ മുന്നിൽ തല കുനിച്ചു നിന്നു. ഈ നിമിഷത്തിൽ ശ്രീദേവി ബലരാമന്റെ പാദത്തിൽ നമസ്കരിച്ചു. അവർ മധുരമായി മൊഴിഞ്ഞു, രാമ, നീ രാമകൾക്കൊക്കെ അഭിരാമനാണ്. വാരുണിയോടും കാന്തിയോടും എന്നോടും ചേർന്ന് മതിവരുവോളം അഭിരമിച്ചാലും നിന്റെ കിരീടം വരുണാലയത്തിൽ നിന്നും ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. വജ്രം പതിച്ച കിരീടം ചാർത്തി നീല കൗശേയങ്ങൾ അണിഞ്ഞ് ഞങ്ങളെ പൂർണ്ണകാമുകളാക്കിയാലും നിന്റെ പരിരംഭണത്തിനും ചുംബനത്തിനും കൊതിച്ചെത്തിയ ഞങ്ങളെ ഭഗ്നാശരാക്കരുതേ. സ്നേഹവും കാമവും ചോദിച്ചു വരുന്ന യുവതികളെ നിരുത്സാഹരാക്കുന്നത് പാപമാണെന്നറിയുക. ഇങ്ങനെ പറഞ്ഞ് ദേവനാരിമാർ ബലദേവന്റെ സമീപം നിന്നു. കാനനം അതിമോഹനമായി. ബലരാമനിൽ കാമഭാവം ഉണർന്നു. അദ്ദേഹം ദേവിമാരെ ചുറ്റുമിരുത്തി സ്വകാര്യ സല്ലാപത്തിലേർപ്പെട്ടു. പെൺകൊടിമാരുടെ തേൻവെന്ന വാക്കുകൾ സംഘർഷണനിൽ ആഹ്ലാദത്തിന്റെ സേതു മുറിച്ചു. അവരുടെ സൗന്ദര്യത്തിൽ മുഴുകി രതിലോല ചിത്തനായി കടമ്പിൻ ഛായയിൽ ബലരാമനിരുന്നു. ഈ സമയത്ത് കേശവൻ വനചരയുടെ നേതാവുമൊത്ത് പർവ്വതത്തിൽ ചുറ്റി നടക്കുകയായിരുന്നു. വനത്തിന്റെ സുരക്ഷ പരിശോധിച്ചറിയേണ്ടതാണല്ലോ. ഏതു സമയത്തും ജരാസന്ധൻ എത്താം. അവനോ തൻ്റെ കരം കൊണ്ട് വധ്യനുമല്ല. ആ സ്ഥിതിക്ക് ഓടി രക്ഷപ്പെടുകയേ മാർഗമുള്ളൂ. ഒരു തരത്തിൽ ഈ പിന്മാറ്റം ഒളിച്ചോട്ടം തന്നെയല്ലേ. പിന്മാറ്റവും തന്ത്രപരമായ മുന്നേറ്റവും രാഷ്ട്രതന്ത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. എപ്പോഴോ കാട്ടുജാതിക്കാരുടെ നേതാവ് പറഞ്ഞു, ഭഗവാനെ, ഈ പർവ്വതത്തിന് മുകളിൽ വഴിയറിയാത്തവർക്ക് എത്തിച്ചേരുവാനാവുകയില്ല. തടപ്രദേശത്തിലെ വൻ കാട്ടിൽ അലഞ്ഞു മരിക്കുവാനേ കഴിയൂ. ഭക്ഷണവും പാനീയവും ഇവിടെ യഥാസമയം നമുക്ക് ലഭിക്കും. ചുറ്റും കാണുന്ന കൂറ്റൻ പാറകൾ കടന്ന് ശത്രുക്കൾക്ക് കയറി വരുവാൻ കഴിയുകയില്ല. അതേസമയം ഇതുവഴി പോയാൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള സമുദ്രതീരത്തെത്താം. എല്ലായിടവും സുരക്ഷിതം തന്നെയാണ്. വനചര നേതാവിൻ്റെ വാക്കുകൾ മാധവൻ ഉൾക്കൊണ്ടു. അയാളെ ഭവനത്തിലേക്ക് തിരിച്ചയച്ചതിനു ശേഷം കേശവൻ തനിയെ നടന്നു. മനോഹരമായ ആ സായാഹ്നം മാധവനിൽ സ്മൃതിയുടെ ചിത്രപേടകം തുറന്നു. ആകാശത്ത് പച്ചിലക്കുട വിരിച്ചു നിൽക്കുന്ന മനോഹരമായ ഒരു പേരാലിൻ ചുവട്ടിൽ മാധവനിരുന്നു. കേശവന്റെ കണ്ണുകൾ അനന്തതയിലേക്ക് നീണ്ടു. അടുക്കിന് ഉയർന്നു പോകുന്ന നീലകോരി ചാർത്തിയ പർവ്വതനിരകൾ, അവിടെവിടെ വെള്ളിവരകൾ പോലെ കുതിച്ചു വീഴുന്ന നീർച്ചോലകൾ. ഈ മലമുകളിൽ കാറ്റുകൊണ്ടിരിക്കുമ്പോൾ നന്ദഗോപനെയും യശോദയെയും ഓർക്കും.
അമ്പാടിയും വൃന്ദാവനവും മനസ്സിൽ തെളിയും. രാധയും ഗോപികമാരും കൺമുന്നിലെത്തും. ചന്ദ്രികാ ചർച്ചിതമായ രാത്രിയിൽ ചന്ദനമരത്തണലിൽ രാധയുമൊത്ത് തുടർന്ന രാസക്രീഡ മനസ്സിലുണരും. ആ ദിനങ്ങൾക്കെന്നും ഹൃത്തടത്തിൽ നിത്യഹരിതം തന്നെ. പഞ്ചപാണ്ഡവരും കുന്തിയും മനസ്സിൽ തെളിയും. കൗരവർ ശക്തി പ്രാപിക്കുകയാണ്. കൗരവകുലത്തിലെ മഹാരഥന്മാർ ചോറുകൊണ്ട് ദുര്യോധനാദികളോട് കൂറ് കാണിക്കുന്നു. മനസ്സ് ധർമ്മപുത്രാദികളോടാണെന്നത് സത്യം തന്നെ. പുറത്തു പറയുവാനാവാതെ സൂക്ഷിക്കുന്ന പല സത്യങ്ങളും കർമ്മമണ്ഡലത്തിൽ എത്തിയില്ലെങ്കിൽ ജഡം തന്നെ. പെട്ടെന്ന് മനസ്സിൽ മറ്റൊരു മുഖം തെളിഞ്ഞു വന്നു. വിദർഭയിലെ രാജകുമാരിയുടെ വ്രീള കലർന്ന ലളിത കോമളമായ മുഖം. പരാജിതനായ സഹോദരനെ വധിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന രുക്മിണിയുടെ ഓമനത്വം തുളുമ്പുന്ന വദനം. തങ്കത്താമരയുടെ കാന്തിയുള്ള ആ മനോജ്ഞ മുഖം മനസ്സിൽ പതിഞ്ഞു നിന്നപ്പോൾ കാലത്തിൻ്റെ നിയോഗമോർത്ത് കണ്ണൻ ചിരിച്ചു. പിന്നിൽ ആരോ മുരടനക്കി. സ്മരണങ്ങൾ തുളുമ്പിപ്പൊലിഞ്ഞു. കേശവൻ തിരിഞ്ഞു നോക്കി. അല്പം മുമ്പ് സമീപത്തു നിന്നും മറഞ്ഞ വനചര നേതാവ് ഭവ്യതയോടെ ദിവ്യപാദങ്ങളിൽ കുമ്പിട്ടു. എഴുന്നേൽക്കൂ, എന്താണ് തിടുക്കത്തിൽ? പ്രഭോ, കേശവ, അങ്ങ് അരുളിയ പോലെ ഒരു പടയ്ക്കുള്ള കൂട്ടത്തെ കാട്ടിൽ നിന്നും കരുതിയിട്ടുണ്ട്. മെയ്ക്കരുത്തും മനക്കരുത്തും ഉള്ളവർ, തുടതുള്ളാത്തവർ, തുണ തെറ്റിക്കാത്തവർ, ചുണയുള്ള കരുമാടികൾ. അകലെ ചരുവിൽ നിർത്തിയിരിക്കുന്ന അവരെ വിളിക്കട്ടെ. അവർക്ക് ആയുധവിദ്യകളൊന്നും അറിയുകയില്ല. കമ്പും കല്ലുമാണ് അവരുടെ ആയുധങ്ങൾ. കേശവൻ അത് കേട്ട് പറഞ്ഞു, താങ്കൾ എൻ്റെ വിശ്വസ്തനാണ്, നിഷ്കളങ്കമായ മനസ്സുള്ളവൻ. കൂട്ടാളികളെ, നമുക്ക് ആയുധവിദ്യ അഭ്യസിപ്പിക്കാം. ബലത്ത ഒരു സൈന്യത്തെ നമുക്ക് സജ്ജമാക്കാം. അവരെ വിളിക്കൂ, ഞാനൊന്ന് കാണട്ടെ. വനചരൻ സന്തോഷത്തോടെ തടത്തിലേക്ക് ഓടി കൂവി വിളിച്ച് കൂട്ടാളികളെ നയിച്ചു. അവർ പ്രഭാപൂർണനായ മാധവന്റെ മുമ്പിലെത്തി. പ്രഭാതത്തിൽ കത്തിജ്വലിച്ചുയരുന്ന സൂര്യനായിട്ടാണ് എല്ലാവരും മാധവനെ കണ്ടത്. ദിവ്യമായ ആ പരിവേഷത്തിനു മുൻപിൽ നമ്രശിരസ്കരായി അവർ നിന്നു. കൃഷ്ണൻ അവരെ ശ്രദ്ധിച്ചു. കരുത്തുറ്റ മനസ്സിൻ്റെ ഉടമകളാണവർ. എന്ത് ചെയ്യുവാനും സന്നദ്ധരായിട്ടാണ് അവരെത്തിയിരിക്കുന്നത്. കേശവൻ അവരെ വാൾപ്രയോഗം ശീലിപ്പിച്ചു. ഗദായുദ്ധ പരിശീലനവും അവർക്ക് നൽകി. അമ്പും വില്ലും പ്രയോഗിക്കുന്നതിലും അവരെ സമർത്ഥരാക്കി. മാധവൻ വനചരന്മാരുടെ സഹായത്തോടെ പുതിയ ആയുധങ്ങൾക്ക് രൂപം നൽകി. എതിരാളികളെ വകവരുത്തുവാനും ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കുവാനും പുതിയ തരം ആയുധങ്ങൾ സഹായിക്കുമെന്ന് കൃഷ്ണൻ അവരെ ധരിപ്പിച്ചു. വജ്രമുഷ്ടി, ശതഗ്നി തുടങ്ങിയ ആയുധങ്ങൾ കേശവൻ നിർമ്മിച്ചു. അവ ഭീഷണവും ഭീകരവുമാണ്. പ്രയോഗിക്കുവാനും എതിരാളികളെ ഭയപ്പെടുത്തുവാനുമുള്ള അടവുകളും കേശവൻ പറഞ്ഞുകൊടുത്തു. തരുണപ്രായം കവിയാത്ത ഒരാൾ ഇതെല്ലാം അനുഷ്ഠിക്കുന്നത് കണ്ട് കാട്ടാളന്മാർ പോലും അതിശയിച്ചു. കണ്ണനു വേണ്ടി മൃത്യു പോകുവാൻ ബദ്ധകച്ഛായയായി നിൽക്കുന്ന സൈന്യങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ആമോദമാർന്നു. യുദ്ധം മാത്രമല്ല മാധവൻ വനചരന്മാരെ പഠിപ്പിച്ചത്. നൃത്തവും പാട്ടും കണ്ണൻ അവരെ ശീലിപ്പിച്ചു. പുതിയ ചുവടുകളും പുത്തൻ ഗാനങ്ങളും അവർ ഹൃദിസ്ഥമാക്കി. ഗോമന്തത്തിലെ കാട്ടുജാതിക്കാർ കേശവനെ അവരുടെ ദൈവമായി കരുതി. ബലരാമൻ വനചരന്മാരെ ഗദായുദ്ധം ശീലിപ്പിച്ചു. കലപ്പയും ഉലക്കയും പ്രയോഗിക്കുന്ന രീതിയും അവരെ പഠിപ്പിച്ചു. കാട്ടുജാതിക്കാർ കണ്ണന് ചുറ്റും നൃത്തം ചെയ്തു. തേനും ശുദ്ധജലവും മറ്റും ഭക്ഷ്യപദാർത്ഥങ്ങളും ഗോപാലന് അവർ എത്തിച്ചു കൊടുത്തു. പച്ചിലച്ചാർത്തുകളുടെ ലോലഗാനം കേട്ട് ആമോദിച്ച് മാധവൻ ദിവസങ്ങൾ കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം അടുത്ത ഭാഗവുമായി എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.